ചലച്ചിത്ര അക്കാദമിക്കെതിരായ ഗണേഷിന്റെ പരാമർശം, അതിന് ചെയർമാൻ രഞ്ജിത്ത് നൽകിയ മറുപടി ഇതാണ്. ഇപ്പോൾ നമുക്കൊപ്പം ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ ശ്രീ കമൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കമൽ, ചലച്ചിത്ര അക്കാദമിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ വിമർശനം, അതിനിപ്പോൾ അക്കമിട്ട് മറുപടി നൽകിയിരിക്കുന്നു ശ്രീ രഞ്ജിത്ത്. താങ്കൾ എങ്ങനെയാണ് ഈ വിമർശനത്തെയും അതിനുള്ള മറുപടിയെയും കാണുന്നത്? അക്കാദമിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ താങ്കളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെട്ടിട്ടുണ്ടോ? അല്ല, പ്രധാന കാര്യം ഗണേഷ് കുമാർ പറഞ്ഞ വിമർശനങ്ങൾ ഞാൻ കേട്ടില്ല. നിങ്ങളുടെ ന്യൂസ് വെച്ചപ്പോഴേക്കും രഞ്ജിത്ത് അതിന് കൊടുത്ത മറുപടി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലേഖകൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അതൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാനിപ്പോ സംസാരിക്കുന്നത്. അതായത് ഒന്ന്, ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ആസ്ഥാനം ഉണ്ടായത് കിൻഫ്ര പാർക്കിൽ ഉണ്ടായത് രഞ്ജിത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അത് ശരിയല്ല. ഞാൻ ചെയർമാനായിരുന്ന കാലത്താണ്, 2017 അവിടെ പുതിയ ആസ്ഥാന മന്ദിരം വരുന്നത്. അതായത് ചലച്ചിത്ര അക്കാദമിക്ക് സ്വന്തമായ ഒരു ഓഫീസ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഞാൻ ചെയർമാനായിരുന്ന ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ്. അതായത് കിൻഫ്ര പാർക്കിൽ സ്ഥലമുണ്ടായിരുന്നു. ഗണേഷ് കുമാറിനൊക്കെ അതറിയാം. നേരത്തെ രാജീവ് കുമാർ ചെയർമാനായിരുന്ന സ്ഥലത്ത് 2 ഏക്കർ കിൻഫ്ര പാർക്കിന് അന്ന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഭരണസമിതി, ഞാൻ ചെയർമാനായി വന്നതിന് ശേഷമാണ് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും റിസർച്ച് സെന്റർ ഉണ്ടാക്കുന്നതും ചലച്ചിത്ര സമീക്ഷ എന്നുള്ള പ്രസിദ്ധീകരണം ഉണ്ടാക്കുന്നതും അതുപോലുള്ള ഇപ്പൊ ഈ എന്താ പറയാ നമ്മുടെ IFFKയുടെ കംപ്ലീറ്റ് നിയമാവലി പരിഷ്കരിച്ച്, അവാർഡിന്റെ നിയമാവലി പരിഷ്കരിച്ച് ഇപ്പോൾ ഉള്ള 2 ടയർ സിസ്റ്റം വന്നു, അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. ഇതൊക്കെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യമാണ്. അപ്പൊ രഞ്ജിത്ത് പറയുന്നതെല്ലാം രഞ്ജിത്തിന്റെ ആണെന്ന് നിങ്ങളുടെ ലേഖയിൽ പറഞ്ഞാണ് ഞാൻ കേട്ടത്. അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. രഞ്ജിത്ത് ഒരിക്കലും അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അത് നമ്മളുടെ റിപ്പോർട്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതിപ്പോൾ ചലച്ചിത്ര അക്കാദമി ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന 8 കാര്യങ്ങൾ, അതിനുശേഷം നവപദ്ധതികൾ എന്ന നിലയിൽ ഒരു 11 എണ്ണം അക്കമിട്ട് അങ്ങനെയുള്ളൊരു മറുപടി വളരെ ദൈർഘ്യമേറിയതായതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അതാണ് ശ്രീ രഞ്ജിത്ത് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, താങ്കൾ സൂചിപ്പിച്ചത് ഗണേഷ് കുമാറിന്റെ വിമർശനം എന്താണെന്ന് അറിഞ്ഞില്ല എന്നത്. അത് ഈ ചലച്ചിത്ര മേളകൾ നടത്താനും അവാർഡ് നൽകാനുമുള്ള ഒരു സ്ഥാപനമായി ഈ അക്കാദമി, ഒരു ഓഫീസായി ഈ അക്കാദമി മാറി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അല്ല, അത് വളരെ തെറ്റാണ്. അത് ഗണേഷ് കുമാർ അത് അന്വേഷിച്ചിട്ട് പറയണമായിരുന്നു. അദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയുടെ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം അത് അന്വേഷിച്ചിട്ട് പറയണമായിരുന്നു. ഇപ്പൊ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്ന മാത്രമല്ല, റിസർച്ച് സെന്റർ, എന്തൊക്കെയാണ് അക്കാദമിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചലച്ചിത്ര അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു കേന്ദ്രമല്ല. ഇന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു ലൈബ്രറി ഉള്ളത് ചലച്ചിത്ര അക്കാദമിയിലാണ്. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. എത്ര പുസ്തകങ്ങളാണെന്നല്ലോ ചലച്ചിത്ര സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങൾ. അതുപോലെ തന്നെ ലോക ക്ലാസിക്സുകൾ, മലയാള സിനിമയുടെ മുഴുവൻ ചരിത്രം അത് പ്രസിദ്ധീകരിച്ച് പുസ്തകങ്ങളാക്കിയിട്ടുണ്ട് അത്തരം അക്കാദമിക്ക്. പിന്നെ അത് മാത്രമല്ല, ഫെലോഷിപ്പ്, എത്ര പേരുടെ ഫെലോഷിപ്പ് നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്, ഞാനുള്ള സമയത്തും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എത്ര പേരുടെ പ്രബന്ധങ്ങൾ അവിടെ ഉണ്ടായിട്ട് ഫെലോഷിപ്പ് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ പറയാം. അക്കാദമിക് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, വെറുതെ അവാർഡ് കൊടുക്കുക IFFK നടത്തുന്ന വെറുതെ ഏജൻസി അല്ല, ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനമല്ല ചലച്ചിത്ര അക്കാദമി എന്ന് അതിന്റെ മന്ത്രിയായിരുന്ന അദ്ദേഹം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് രഞ്ജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ ഇത് മുഴുവൻ രഞ്ജിത്തിന്റെ ഈ കാലഘട്ടത്തിലാണ്, 1 വർഷം കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അന്ന് തൊട്ടിട്ട് നമ്മുടെ ഈ എന്താ പറയാ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം 2016 ഞാൻ ചാർജ് എടുക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ അന്ന് ഒരു ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന സ്ഥാപനമാണത്. അവിടെ ഗണേഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ, പ്രിയദർശൻ അല്ലെങ്കിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു. അവിടെ ചോർന്നൊലിച്ചിട്ട് തകർന്നു പോയിരുന്നു. അത് മുഴുവൻ ഞങ്ങൾ കഴിയുന്നതൊക്കെ റീകൂപ്പ് ചെയ്തിട്ട് തിരിച്ച് ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാവുന്നതാണ് ചലച്ചിത്ര അക്കാദമി. അപ്പൊ ഇത്തരം ആരോപണങ്ങൾ പുറത്തുനിന്ന് വെറുതെ വീശി ആരും പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്ത് പറഞ്ഞതിൽ തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രോത്സാഹനജനകമാണ്. വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അതിനോട് രഞ്ജിത്തിനോട് ഞാൻ അനുകൂലിക്കുകയാണ്. പക്ഷെ അത് മുഴുവൻ ഈ ഒരു കാലഘട്ടത്തിൽ 1 വർഷത്തിനുള്ളിൽ വന്നതാണെന്ന് സ്ഥാപിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാം. ഇവിടെ ഈ അദ്ദേഹം നൽകിയ കുറിപ്പിലെ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. നവപദ്ധതികൾ എന്നതിലെ ആദ്യത്തെ ഇനമായി പറയുന്നത് മലയാള സിനിമാ മ്യൂസിയം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലെ ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാന മന്ദിരത്തോട് ചേർന്ന് മലയാള സിനിമ മ്യൂസിയം പണിയുന്നതിനുള്ള പദ്ധതി നിർദ്ദേശം ആസൂത്രണ ബോർഡിന് മുൻപാകെ സമർപ്പിക്കുകയും പ്രസ്തുത പദ്ധതി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് പറഞ്ഞ് തുടങ്ങുന്ന അതിനോടനുബന്ധിച്ചുള്ള പദ്ധതി. എനിക്ക് തോന്നുന്നു ഈ കുറിപ്പിൽ അതും താങ്കളുടെ കാലത്താണ്. ശരി, അതും 2022-23 ബജറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് സബ്മിറ്റ് ചെയ്തത് ഞാനുള്ള കാലത്താണ്.
ശരി ശരി ഓക്കെ. എന്തായാലും റിപ്പോർട്ടറുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തുന്നതായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് പ്രത്യേക ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്നില്ല. ചലച്ചിത്ര അക്കാദമി എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ്. അത് രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. കാരണം അത് ചെയർമാൻ എന്നുള്ള രീതിയിൽ രഞ്ജിത്തിന്റെ ഉത്തരവാദിത്തമുള്ള അത് പറയാന്നുള്ളത്. കാരണം ഗണേഷ് കുമാർ തന്നെയാണ് അത്. അതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങളുടെ ലേഖനെ പറ്റി മിസ്റ്റേക്ക് ആണെന്നല്ലേ ഞാൻ വിചാരിക്കാം. അത് ഞാൻ പറഞ്ഞത് രഞ്ജിത്ത് ഒരിക്കലും അങ്ങനെ പറയില്ല, അവകാശവാദം ഉന്നയിക്കില്ല എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എനിക്കറിയാലോ. അത് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതാണ്. വളരെ നന്ദി. എന്തായാലും അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ രീതിയിൽ ചൂണ്ടിക്കാണിച്ചതിന് വളരെ നന്ദി, ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിനും. എന്തായാലും ഗണേഷ് കുമാറിനുള്ള മറുപടി എന്ന നിലയിലാണ് അക്കാദമി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു മറുപടി രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല കിൻഫ്രയിലെ ഓഫീസിലേക്ക് വരാമെന്നും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാമെന്നും അങ്ങനെ ഒരു ക്ഷണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അധപ്പതിച്ചു എന്നൊരു വാക്ക് ഉപയോഗിക്കരുതായിരുന്നു എന്നുകൂടിയാണ് രഞ്ജിത്ത് ആ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്.